വാർത്തകൾ തുടരുകയാണ്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി സയ്യിദ് അക്തർ മിർസയെ നിയമിച്ചു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനാണ്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി നിയമിക്കപ്പെട്ട സയ്യിദ് അക്തർ മിർസ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. അമൽനാഥാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അമൽ, എന്തൊക്കെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും അടൂർ ഗോപാലകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞ ഒഴിവിലേക്ക് ഇദ്ദേഹത്തെ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമുഖ വ്യക്തി വരുന്നു, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഫിറോസ്, വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നായിരുന്നു വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിലായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത്. ഈ ഒരു ചെയർമാൻ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ സയ്യിദ് അക്തർ മിർസയെ നിയമിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ചെയർമാനായി വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ക്ഷണം താൻ സ്വീകരിക്കുന്നു എന്നായിരുന്നു ഇന്ന് നടന്ന പ്രസ് മീറ്റിലൂടെ ഇദ്ദേഹം ആദ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവും ഒപ്പം തന്നെ സയ്യിദ് അക്തർ മിർസയുമായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ തന്നെ ഒപ്പം തന്നെ ദേശീയ തലത്തിലും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കാരണം നിരവധി പ്രഗത്ഭരായ കഴിവുള്ള കലാകാരന്മാർ പഠിച്ചിറങ്ങി സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്നാൽ തന്നെ വലിയൊരു പ്രാധാന്യം ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചും ഇദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. വളരെ അടുത്ത ഒരു ബന്ധമാണ് അടൂരുമായി തനിക്കുള്ളത്. അടൂരിന്റെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് താൻ എന്ന് ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചില പ്രശ്നങ്ങൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആദ്യം തന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്ന ഒരു ആദ്യ നിമിഷത്തിൽ തന്നെ വിദ്യാർത്ഥികളെ ഒക്കെ യോജിപ്പിച്ചു നിർത്തി അല്ലെങ്കിൽ ഒരു കൂട്ടായ ചർച്ചയിലൂടെ ആ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരം കണ്ടെത്താനാവും താൻ ആദ്യം ശ്രമിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് തന്നെയായിരിക്കും ഈ ചെയർമാൻ സ്ഥാനത്ത് എത്തിയാൽ ഉടനെയുള്ള, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇദ്ദേഹം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാണ് സയ്യിദ് അക്തർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഏകദേശം ഇന്ന് വൈകുന്നേരം ഒരു 5:30 ഇദ്ദേഹം കോട്ടയത്തേക്ക് തിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ജീവനക്കാരുമായും വിദ്യാർത്ഥികളുമായും നേരിട്ട് ചർച്ചകൾ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ സയ്യിദ് അക്തർ മിർസയെ പോലുള്ള ഒരു വ്യക്തിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചതിൽ വലിയ ഒരു അഭിമാനമുണ്ട് എന്നും മന്ത്രി R ബിന്ദു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അതെ, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലേക്ക് സയ്യിദ് അക്തർ മിർസ ചെയർമാനായി എത്തുന്നു. അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടക്കം ചെയർമാനായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുകയും ചെയ്തു.